ഉത്സവങ്ങളുടെ ഈ കാലത്തെ നമുക്ക് എല്ലാവർക്കും കൈയടിച്ചുകൊണ്ടൊന്ന് വെൽക്കം ചെയ്താലോ? ഹായ് ഡിയേഴ്സ്, 40ാമത്തെ കൊച്ചിൻ ഫ്ലവർ ഷോ 2024ലേക്ക് എല്ലാവർക്കും സ്വാഗതം. 75 അടി ഉയരമുള്ള ഡാൻസിങ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇക്കൊല്ലത്തെ ഫ്ലവർ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDയും ചേർന്നിട്ടാണ് ഈ പുഷ്പമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നടക്കുന്നത് എറണാകുളം മെറൈൻ ഡ്രൈവിലാണ് കേട്ടോ. 2023 ഡിസംബർ 22 മുതൽ 2024 ജാനുവരി 1 വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. നഗരത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നത് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിക്കും GCDയ്ക്കും എല്ലാ ആശംസകളും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ അകത്തേക്ക് കയറിയാലോ. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പ്രദർശന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെ. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് നല്ലപോലെ ഫോട്ടോ എടുത്ത് പോവാം. പിന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനം നടന്നിട്ടില്ല, ഞാൻ അതിനു മുൻപേ കയറി. അപ്പോൾ നമുക്ക് പൂക്കളുടെ ലോകത്തേക്ക് പോയാലോ. 5000 ഓർക്കിഡുകളാണ് കേട്ടോ ഇവിടെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. എണ്ണിയാൽ തീരില്ല, അത്രയേറെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അറ്റം വരെ ഓർക്കിഡിൻ്റെ ഒരു വലിയൊരു നിര തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ കാണുന്ന ബോഗൻ വില്ലാസ് ഉണ്ടല്ലോ, ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. നോക്കിക്കേ, ഒരു ചെടിയിൽ തന്നെ പല വർണ്ണങ്ങളിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ. 5 കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെടിയിൽ തന്നെ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന തരത്തിലാട്ടോ. ബോഗൻ വില്ലാസിൻ്റെ ഒരു വലിയൊരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വൈറ്റ് കാണുമ്പോൾ എന്തോ അതിനൊരു വല്ലാത്തൊരു മാസ്മരിക ഭംഗി തന്നെയുണ്ടല്ലേ. വൈറ്റിനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ എവിടെ കാണുമ്പോഴും. കണ്ടില്ലേ, എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട്. എല്ലാ ബോഗൻവില്ലാസിനും നല്ല ഭംഗിയുണ്ട്. പൂക്കളുടെ ഒരു വസന്ത ലോകം തന്നെയാണ് കേട്ടോ. ഇതൊരു ഡ്രീം വേൾഡിലേക്ക് കയറിയ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് നമ്മുടെ പൂക്കാവടിയില്ലേ, അത് കാണുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ മേള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ 22, 2023 മുതൽ ജാനുവരി 1 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെയും ചാൻസ് ഉണ്ട്. തിരക്കുണ്ടാവും. ഇന്നിപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആരും ഇല്ലാത്തത്. എനിക്ക് നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. പിന്നെ തുളസിത്തറയൊക്കെ ഉണ്ട് കേട്ടോ. പല ഷേപ്പിലും കളറിലും ഒക്കെയുള്ള തുളസിത്തറകളൊക്കെ ഉണ്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്, ഇതിൽ ഫ്രൂട്ടൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. ഫുള്ള് ഫ്രൂട്ടിൻ്റെ ഓരോ പല ഫ്രൂട്ട്സുകളാണ് കേട്ടോ ഇവിടെ മൊത്തം. അതിൻ്റെ മരങ്ങളുണ്ട്. ഇതൊക്കെ 4-5 വർഷങ്ങൾ കൊണ്ട് കായ്ച്ച് നല്ല വലിയ മരങ്ങൾ തരുന്ന, കായ്ഫലം പോലെ തരുന്ന ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ആന്തൂറിയംസ് ആണ്. ഇതെല്ലാം ആന്തൂറിയം. ഇതൊക്കെ മിനിയേച്ചർ ആന്തൂറിയംസ് ആണ് കേട്ടോ. എല്ലാം ഓരോ കൊട്ടയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുന്ന പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. പല കളറിലുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ.
ആദ്യമായി ആദരണീയനായ കൊച്ചി കോർപ്പറേഷൻ അൽകുമാർ ഇങ്ങനൊരു ആശയം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഒത്തൊരുമയോടെ എല്ലാവിധ സഹായങ്ങളും ചേർന്ന് എന്നും സൊസൈറ്റിയോട് വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം മേയറെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ല രസമില്ലേ? നല്ലതായിട്ടുണ്ടല്ലേ? നമ്മുടെ എറണാകുളത്തിന്റെ MLA വിനോദൻ സൊസൈറ്റിയുടെ ഏത് ആവശ്യവും എപ്പോഴും ഏത് സമയത്ത് പറഞ്ഞാലും അതിന് ഞങ്ങൾക്കൊരു മറുപടിയും ഒരു ഉപദേശവും അതിനൊരു സൊല്യൂഷനും ഏത് സമയത്തും. ഇന്ന് നമ്മൾ കാണുന്ന ഇത്ര വിശാലമായ ഓർമ്മകളുടെ ശേഖരവും വിൻ പ്രൈസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിർലോഭമായ വാക്കുകൾക്ക് അതീതമാണ്. എന്താ പ്ലാൻ സ്റ്റോറി? എന്താ ഇത്? അവിടെ വിൻ പ്രൈസ് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ലക്കി ഡ്രോ ഉണ്ട്. ലക്കി ഡ്രോ ഉണ്ട് ഇവിടെ. വിൻ 1000 വർത്ത് ഓഫ് പ്ലാന്റ്സിന് വേണ്ടി. രശ്മി 9567. ഇതാണല്ലേ അവിടെ? എന്നാ റിസൾട്ട്? ഇത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ഓക്കെ. ലച്ചൂസ് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ പിടിക്കുന്നുണ്ട്. ലച്ചൂസ്, ചൈനീസ് ക്യാബേജ് എല്ലാം നന്നായിട്ട് പിടിക്കുന്നുണ്ട്. വിന്റർ ആകുമ്പോൾ പ്ലാസ്റ്റിക് പോലെ ഇരിക്കണല്ലേ? പ്ലാസ്റ്റിക് പോലെ ഇരിക്കണം. ശരിക്കും ഒറിജിനലാണ്. ഓക്കെ ഓക്കേടാ, കറക്റ്റ് പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലേ? ഓക്കെ. ചിന്മയ വിദ്യാലയ വെസ്റ്റ് കൊച്ചി അവരുടെ പ്രസന്റേഷൻ ആണ് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ആക്കി കളയണ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് വേസ്റ്റ് ത്രോ ചെയ്യാൻ നന്നായിട്ടുണ്ടല്ലേ? ഇവിടെ നിന്ന് കണ്ടോ? സ്കൂളുകളും കോളേജുകളും സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെ കൂടി നിന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെയാണ്. പക്ഷേ ഈ സ്കൂൾ ഏതോ ആണോ എനിക്ക് മനസ്സിലാവണില്ല. അക്ഷരങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ആയിപ്പോയിട്ടുണ്ട്. ബാഡിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതാ നോക്കിക്കേ, വേസ്റ്റ് ബോട്ടിലൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റാർ വരെയൊക്കെ റെഡിയാക്കിയിട്ടേക്കണം. എന്തൊരു ഭംഗിയുള്ള സ്റ്റാറാണ്. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഈ വീടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഏത് സ്കൂളാണെന്ന് മനസ്സിലാവണല്ലോ കേട്ടോ. ഇത് രാജഗിരി കോളേജിൻ്റെയാണ്. എനിക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. കുറേ ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തീമുണ്ട് ഇവർക്ക് ഇത് ചെയ്തിരിക്കുന്നതിന്. ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഡ്രോപ്പ് ഓഫ് വാട്ടറാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ ഡ്രോപ്പ് ഓഫ് വാട്ടർ അതിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്ന ആ ബോട്ടിലുകൾ പല വർണ്ണങ്ങളിൽ ഫ്ലവേഴ്സ് പല രൂപങ്ങളിലൊക്കെ ആക്കി ആ ബോട്ടിലിൽ തന്നെ ഇങ്ങനെ ക്യാരി ചെയ്ത് വെച്ചിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തോ ഒരു തീമുണ്ട്. എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ ആ ബോട്ടിലാണെന്ന് തോന്നുകയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതും ഈ പരുന്ത് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും അമേസിങ് എന്ന് പറയാം കേട്ടോ. നല്ല നാച്ചുറാലിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന ബോട്ടിൽ വെച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവിടെ ഇത് കണ്ടോ, നമ്മുടെ മിനറൽ വാട്ടറിൽ ഒരു ഡെക്കറേഷനും ചെയ്യാണ്ട് തന്നെ ചെയ്തിട്ട് എന്തൊരു ഭംഗിയല്ലേ. പിന്നെ ഇത് നമ്മുടെ കൂൺ കൃഷിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വിൽപ്പനയില്ല തോന്നണ ആളും ഇല്ല. എൻ്റെ ഫേവറേറ്റാണ്. ആളുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ചിറ്റാടലോടക അങ്ങനെയൊക്കെയുള്ള എല്ലാ ഔഷധ ചെടികളുമാണ് കേട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. ഇത് കരിങ്ങാലി മരം. ഇവിടെ നമ്മൾ വെള്ളം തിളപ്പിക്കണ കരിങ്ങാലി എന്ന് പറഞ്ഞ ഒരു പിങ്ക് വാട്ടറില്ലേ, അതിൻ്റെ മരമാണിത്. അരയാല്, താന്നി, പാരിജാതം എല്ലാ ഔഷധ ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ. കൂവളം, അങ്കോലം, ചിറ്റാമൃത്, ആമ്പലുകളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇവിടെ ഒരെണ്ണം ഏകദേശം വിതർന്ന് നിൽപ്പുണ്ട്. വൈറ്റ് വാട്ടർ ലില്ലി ഇത് മാത്രമേ ഉള്ളൂ വിതർന്നത്. ബ്ലൂ പക്ഷെ എല്ലാം ഇങ്ങനെ വിടരാതെ നിൽക്കുന്നത്. ഇത് യെല്ലോ. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ വ്യാപാരമേള, എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ്, ഫുഡ് കോർട്ട്, പിന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള ഇക്കൊല്ലത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ള
ഡാൻസിങ് ക്രിസ്മസ് ട്രീ 75 അടി ഉയരത്തിലുള്ള ഡാൻസിങ് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ പോകാൻ വരും. അതായത് കൊമേഴ്ഷ്യൽ ഏരിയ ഉണ്ട്. പെട്ടെന്ന് എടുത്തിട്ട് പോവാം. എന്തത് ആയുർവേദ മധ്യപ്രദേശ് ഖാദി ഗ്രാമോദ്योग പ്രൊഡക്ഷൻ. മധ്യപ്രദേശിൻ്റെ ഗ്രാമോദ്योग പ്രൊഡക്ഷൻസ് ആണ്. യൂസ്ഡ് ബുക്സ്. ഇത്രയും ചെറുതാവൂല്ലേ? വളയുകയും ചെയ്യും. ഇങ്ങനെ വളയുകയും ചെയ്യുമല്ലേ നമ്മൾ ഫാനിന്റെ മേളിലൊക്കെ തുടങ്ങാൻ പറ്റും. ഓ ഇവിടെയെല്ലാം ഹൈബ്രിഡ് സീഡ്സുകളാണ് കേട്ടോ. ഇൻഡോ അമേരിക്കൻ സീഡുകളാണ്. മറ്റേ ഡാലിയ പോലുള്ള അങ്ങനെ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെടികൾ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നിറപറ എന്നല്ലേ അതിനെ പറയുന്നത്, നെല്ല്, അത് പിന്നെ എല്ലാ കാർഷിക വിളകളും പച്ചക്കറി തോട്ടം ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ സീഡുകളും വിത്തുകൾ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ പയറുണ്ട്. പിന്നെ നമുക്കിനി എന്താണെങ്കിലും എനിക്ക് ആ ഡാൻസിങ് ക്രിസ്മസ് ട്രീയിലേക്ക് പോകണം. അതിനെ ഞാനീ ഓടണം കേട്ടോ. ഇവിടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. സ്റ്റാർട്ടാണുള്ളൂ. ഇപ്പോൾ ശരിക്കും ബജിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഐസ്ക്രീം കൗണ്ടർ ഇതാ ഇവിടെ കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ ഓപ്പണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഓടുകയാണ് ഇതിനകത്ത് കിടന്ന്. അപ്പോൾ ഇവിടെ ഒന്നും ലൈവ് ആയിട്ടില്ല. നാളെയൊക്കെ ആവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്രമാത്രമേ ആളുണ്ടാവുള്ളൂ എന്നറിയാം. നാളെ തൊട്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ നല്ല കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ ഇവിടെ ബജിക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരും പറയാണ് നാളെയാണ് ഇനി ശരിക്കും ഷോപ്പുകളും കൂടുതൽ വരുള്ളൂ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ. അപ്പം നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ലതാകുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. ഇവിടെ നിറയെ ചെടികൾ എന്ന് പറഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം ചെടികളുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ചെടികൾ. ഇതാ നമ്മൾ ഡാൻസിങ് ക്രിസ്മസ് ട്രീയിലേക്ക് എത്തി. എല്ലാവരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ എവിടെ വരെയായി? സോ ഉത്സവങ്ങളുടെ ഈ കാലത്തെ നമുക്ക് എല്ലാവർക്കും കൈ അടിച്ചുകൊണ്ടൊന്ന് വെൽക്കം ചെയ്താലോ? അടിയോളം ഉയരമുള്ള ഡാൻസിങ് ക്രിസ്മസ് ട്രീ ഒഴുകി മറൈൻ ഡ്രൈവ് ക്രിസ്മസ് പുതുവത്സരത്തെ വരവേൽക്കുകയാണ്. ഐ ഡോണ്ട് തിങ്ക് വേറെ കേരളത്തിൽ ആരെങ്കിലും ഒരു സ്ഥലത്തും ഇത്രയും ഒരു ക്രിസ്മസ് വൈബ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. So now I'm inviting the Santa Clauses to the stage to give you a visual treat. Welcome Santas. Give them a big round of applause everyone. And I'll let you get to it and enjoy this performance.
let's invite the dance team onto the stage for their performance. Let's hear more about your Christmas experiences in Kochi. May I know your name? May I know your opinion about Christmas in Kochi? ഇത് ശരിക്കും എറണാകുളത്തിന് അഭിമാനമാണത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ കൊച്ചിക്കാരിയാണ്. ശരിക്കും ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ. പിന്നെ 75 ഫീറ്റോ എനിക്ക് തോന്നുന്നു ഇത് ഗിന്നസ് ബുക്കിലേക്ക് തന്നെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. യെസ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വി ആർ ടാർഗറ്റിംഗ് ഫോർ ദാറ്റ്. സ്വാതി, നമ്മുടെ ക്രിസ്മസ് ട്രീനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പാപ്പാനിയൊക്കെ ഡാൻസ് കളിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് തീർത്തു. നിങ്ങളും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോകുന്നു. ടാറ്റാ ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.